ഇവിടെ സാസ്കി ഫണ്ട് പ്രകാരം കൊടുത്തിട്ടുള്ള 529 കോടി ഈ മേഖലയ്ക്ക് വേണ്ടി, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 529.50 കോടി കൊടുത്തിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും അക്കാര്യത്തിനില്ല. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് വയനാട് ജില്ലാ BJP വയനാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. വീടൊക്കെ കയറി കണ്ടല്ലോ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വീടൊന്നും കുഴപ്പമൊന്നുമില്ല. നേരത്തെയുള്ള പ്ലാനിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേയേറെ വിവാദങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ പല അവകാശവാദങ്ങളൊക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സന്ദർശന ഉദ്ദേശം എന്താണ്? ഇതിലെന്തിനാണ് അവകാശവാദം? ഇത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു രാത്രി ഒലിച്ചുപോയ ഒരു സംവിധാനം, അവർക്ക് പുതുതായിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കുക, അവരെ പുതുതായിട്ടൊന്ന് പുനരധിവസിപ്പിക്കുക, അതല്ലേ? അതിലെന്തിനാണ് അവകാശവാദം? അവരെ എത്രയും വേഗം 1 മണിക്കൂർ മുമ്പെങ്കിലും പുനരധിവസിപ്പിച്ചാൽ അതിൻ്റെ പുണ്യമല്ലേ നമുക്ക് കിട്ടുക? അതിലെന്തിനാണ് അവകാശവാദം ഉന്നയിക്കുന്നത്? അവകാശവാദം ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ്. അത് ഇലക്ഷനാണ്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ്, അതല്ല മറ്റൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കാനല്ല, ഇവിടുത്തെ പണികളും പ്രവൃത്തികളും എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊന്ന് വിലയിരുത്തുക, അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. കേന്ദ്രം സഹായം കൊടുത്തില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസിന് മുന്നിലടക്കം നമ്മൾ കണ്ടു. പിന്നീട് കേന്ദ്രം കുറേ സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? അല്ല, കേന്ദ്രം സഹായിച്ചില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുക എന്നുള്ളതല്ലാതെ ഓരോ കാര്യത്തിനും വസ്തുതാപരമായി ഖണ്ഡിക്കുമ്പോൾ അതെല്ലാം തിരുത്തപ്പെടുകയാണ്. പിന്നീട് തിരുത്തുന്നു. ആദ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് പറഞ്ഞപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും തിരുത്തി വഴി ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു, പരിഗണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ PDNA റിപ്പോർട്ടിന് ശേഷം, അതായത് നവംബർ മാസം 2024 നവംബർ മാസം 13 ശേഷം ഇവിടെ സാസ്കി ഫണ്ട് പ്രകാരം കൊടുത്തിട്ടുള്ള 529 കോടി ഈ മേഖലയ്ക്ക് വേണ്ടി, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 529.50 കോടി കൊടുത്തിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും അക്കാര്യത്തിനില്ല. ഒന്ന്. രണ്ടാമത്, ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട് സഹായം കൊടുക്കാനാണ് 260 കോടി ഇതേ PDNA റിപ്പോർട്ട് പ്രകാരം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തികൾ വസ്തുതാപരമായി നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കുത്തിന് പിടിക്കാൻ കേന്ദ്ര സർക്കാരിനറിയാം, അതിലൊരു സംശയമില്ല, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നേരിട്ട് സഹായം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടില്ല. അതിലിപ്പോഴും നമ്മൾ ഈ ജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണ്, ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നീതികേടാണ് എന്നുള്ളതിന് ഒരു സംശയവും അക്കാര്യത്തിലില്ല. പിന്നെ ഇവിടെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പണം 760 കോടി രൂപയോളം ഈ CMDRFിലുണ്ട്. അപ്പോൾ കയ്യിലിരിക്കുന്ന പൈസ ഇങ്ങനെ ഇറുക്കി പിടിക്കാനുള്ളതല്ല, അത് ഈ ജനങ്ങൾക്ക് കൊടുക്കണം, എത്രയും വേഗം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ. നല്ല ആവശ്യമാണ്. എങ്കിൽ തന്നെയും ഈ ഉദ്ഘാടനമൊക്കെ വരാൻ പോവാണ് ഫെബ്രുവരി അവസാനം. ഉദ്ഘാടനത്തോട് BJP സഹകരിക്കുമോ? അല്ല, എന്താണ് സംശയം? ഇത് ജനങ്ങളുടേതാണെന്ന്. ഇത് ആരുടെയെങ്കിലും വീട്ടിലെ ആരുടെയും ഇതൊന്നുമല്ല, അളിയൻ്റെയും മരുമോൻ്റെയോ അങ്ങനെയൊന്നുമല്ല. ഇത് നാട്ടിലെ ജനങ്ങളുടേതാണ്, ഇത് സർക്കാരിൻ്റെതാണ്, ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അവർക്ക് കിട്ടുന്ന അവരുടെ സന്തോഷത്തിൽ BJP പങ്കുചേരും, അതിലൊന്നും ഒരു സംശയമില്ല. തീർച്ചയായും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഇവിടെ വന്ന ഓരോരുത്തർക്കും ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവൃത്തികളിൽ സംതൃപ്തിയാണ്. BJP നേതൃത്വത്തിനും അത് തന്നെയാണ് പറയാനുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വീട് കൈമാറുന്ന നിലയിലേക്കാണ് ഇനി മാറ്റം വരേണ്ടത്. ഏതായാലും പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CB ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.